ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇത് ചേച്ചിയും മേഘവും വന്നപ്പോൾ നമ്മൾ വാഴ 2 കാണാൻ പോയിരുന്നു. അത് കാണാൻ ഉള്ള പോക്കാണ് കേട്ടോ. ഏട്ടൻ നേരത്തെ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ എല്ലാവരും, ഒരു നിഴൽവേട്ടം പോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേച്ചി മക്കളും ഞാനും ഏട്ടനും കൂടിയും കയറി വാഴ 2 കാണാനാണ് പോകുന്നത്. ഇത്രയും ദിവസമായിട്ട് ഹൗസ്ഫുള്ളായി പോയിരിക്കുന്ന വാഴ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ക്രൗണിലേക്കാണ് പോണത് കേട്ടോ. ക്രൗണിൻ്റെ പുറത്ത് പഴയ പ്രൊജക്ടർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10 വർഷം മുന്നേ വരെ ഇതായിരുന്നു അത്ര ഈ തിയേറ്റർ ഭരിച്ചിരുന്ന രാജാവ്. അങ്ങനെ തന്നെ പറയണം അല്ലേ. നമ്മളെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ ഈറനണീച്ച ഒരു പ്രൊജക്ടറിനെ നമ്മൾ അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ നേരെ പോയത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സ്വാഭാവികമായിട്ടും വിശക്കും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ശമിപ്പിച്ചതിന് ശേഷം തിയേറ്ററിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇത് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയ നെയിൽ ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ നെയിലാണ്. അത്രയും ബ്ലെൻഡായിട്ട് മക്കളെ കയ്യിൽ കിടക്കുന്നുണ്ട്. 3-4 ദിവസത്തെ ഗ്യാപ്പും വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഓരോ പപ്സും അകത്താക്കിയിട്ട് ഡയറ്റാണ്, എന്നാലും ചെറിയ രീതിയിൽ സ്നാക്സ് അകത്താക്കിയതിന് ശേഷം നമ്മൾ നേരെ വാഴ 2 കാണാൻ ഇറങ്ങി. ഇതിന് ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു കേട്ടോ. എനിക്ക് ലാസ്റ്റ് ഏട്ടൻ ടവലൊക്കെ എടുത്ത് തരേണ്ട ഒരു അവസ്ഥ വന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി സിബ്ലിങ്സ് ഉള്ളവർക്കൊക്കെ ആ നിമിഷം ഭയങ്കരമായിട്ട് ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിരിക്കാം. ഫാമിലീനെയും സ്റ്റുഡൻസിനെയും സിബ്ലിങ്സിനെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഈ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറിനും നിർമ്മാതാക്കൾക്കും അഭിനേത്രികൾക്കും 1000 നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഓൾ, ടേക്ക് കെയർ.